വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു നൈറ്റി സ്റ്റിച്ചിങ് ഫുള്ളായിട്ടുള്ള വീഡിയോസ് കണ്ടാലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു നൈറ്റിയുടെ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. വേഗം തന്നെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഒരുപാട് പേര് നല്ല റെസ്പോൺസ് തന്നിട്ടുള്ള വീഡിയോസാണ്. നമ്മുടെ നൈറ്റിയിൽ ക്ലോത്തൊക്കെ എടുത്തിട്ട് ഞാനൊരു ക്ലോത്തൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എൻ്റെ കൂടെ ഇതുപോലെ കുറേ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുള്ള കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഓരോ വീഡിയോസും കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം ഓരോ വീഡിയോസായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് നേരം ചായ കുടിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ മക്കളുടെ എക്സാമാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം വേഗം ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിയ ആ ഒരു ക്ലോത്തുമായിട്ട് ഇരുന്നേക്കുവാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തായിരുന്നു കേട്ടോ. ഈ ഒരു ക്ലോത്തിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തായിരുന്നു. വീഡിയോസ് കാണാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് കണ്ട് നോക്കുക കേട്ടോ. പിന്നെന്താ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻസിൽ എഴുതി അറിയിക്കുക. അതായത് വീഡിയോസിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റിലൂടെ ചോദിക്കുക. എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞാൻ റിപ്ലൈ തരും. അല്ലാത്തതൊക്കെ ഞാൻ ഇതുപോലൊരു വീഡിയോസായിട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ക്രോസ് പീസ് വേണം. നമ്മുടെ കയ്യിലുള്ള ആകെ ക്ലോത്ത് ഇതൊക്കെയാണ്. ചെറുതായിട്ട് ഷേപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പോർഷനില്ലേ, ആ ഒരു ഭാഗത്ത് കിട്ടുന്ന ഇതൊക്കെയാണ് ക്രോസ് പീസായിട്ട് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വേണം ബാക്ക് നെക്കിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് വേഗം ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കട്ടെ കേട്ടോ. എല്ലാം അങ്ങ് ഷടേ എന്ന് പറഞ്ഞ പോലെ പാറിപ്പോവുകയാണ്. അപ്പോൾ ക്രോസ് പീസെല്ലാം ഞാൻ മാക്സിമം ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ക്രോസ് പീസ് ജോയിൻ ചെയ്യൽ എങ്ങനെയാണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക. അതായത് കുറച്ച് മുന്നേ ഞാൻ ഇതുപോലുള്ള നൈറ്റിയും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഞാൻ ഇതുപോലുള്ള റൗണ്ട് നെക്കൊക്കെ വരുന്ന സമയത്ത് ക്രോസ് പീസ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ് ക്ലോത്തിലോട്ട് വെക്കുന്നതിന് പകരം ആദ്യമേ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്കിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണ്ടേ. ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ഒരു ഫോൾഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫോൾഡിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ ബാക്ക് പോർഷൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ക്രോസ് പീസ് ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ മാക്സിമം സ്റ്റിച്ചിന് വളരെ ലെങ്ത്ത് കുറവുള്ളത്, അതായത് ലോങ് സ്റ്റിച്ച് ഇടാതെ ചെറിയ സ്റ്റിച്ച് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാണ് 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ക്ലോത്തിൻ്റെ അറ്റത്തോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യരുത്. ഇത് നമ്മൾ നെക്കിൻ്റെ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കർവിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ളത് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ക്ലോത്തെല്ലാം ഞാനൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഈ ഒരു സംഭവം ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റിൽ നിന്നൊക്കെ പുറത്തുനിന്നൊക്കെ നൈറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ പിന്നിപ്പോവും. അതായത് സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആം ഹോളിൽ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ആ ഒരു പോർഷനൊക്കെ എനിക്ക് മിക്കവാറും അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഞാൻ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന മാക്സിക്കൊക്കെ സ്റ്റിച്ച് അങ്ങ് താൻ അഴിഞ്ഞു പോകാറുണ്ട്. പിന്നെയും നമുക്ക് വാങ്ങിയ ആ ഒരു സംഭവം വീണ്ടും ഞാൻ ഇരുന്ന് തയ്ച്ചിട്ടൊക്കെയാണ് ഇടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളിതൊരു സെയിലായിട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യാണ്. ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മൾ ബാക്ക് പോർഷനിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തോട്ട് ഈ ഒരു രീതിയിൽ ഭാഗത്തോട്ട് വെക്കുക. ഫ്രണ്ട് ഷോൾഡർ വരുന്ന ആ ഒരു പീസ് വെച്ചതിന് ശേഷം ക്രോസ് പീസ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ മുകളിലോട്ടായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ജോയിൻ ചെയ്ത് അടിച്ച ഭാഗങ്ങളൊന്നും പുറത്തോട്ട് വരാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. നിങ്ങളൊന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിയ ഡ്രസ്സിൻ്റെ ഷോൾഡർ ഒന്ന് എടുത്ത് നോക്കണം ഏത് രീതിയിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ എന്താ പറയുക, നമുക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടാനും അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലുള്ള സെയിൽസൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ നോക്കിയാൽ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ നമ്മൾ നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക കേട്ടോ. വീഡിയോസിന് ലെങ്ത്ത് കൂടും, കാരണം ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാനതിനെ സ്പീഡായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇനി നമ്മൾ നേരത്തെ മടക്കി തയ്ച്ചില്ലേ, ആ ഒരു ഭാഗം അതുപോലെ നമ്മൾ ഉൾവശത്തോട്ട് വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ എൻഡിലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റിച്ചിന് കുറച്ചുകൂടെ ഒന്ന് പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് വളഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. നമുക്ക് കാണുമ്പോൾ അതത്ര ഭംഗിയായിട്ട് തോന്നത്തില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമുക്ക് സ്ലീവിന് നീളം കൂട്ടി കൊടുക്കാം. അപ്പോൾ ആ ഒരു നീളം കൂട്ടുന്നത് എങ്ങനെയാണ് ഇത്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷേപ്പ് തയ്ച്ച് അല്ലെങ്കിൽ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് നീളം കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഈ എക്സ്ട്രാ വെച്ച് കൊടുക്കേണ്ട ആ ഒരു പീസ് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഒരു സൈഡ് കയറിയിട്ടും ഒരു സൈഡ് ഇറങ്ങിയിട്ടും, അതായത് നമ്മൾ ഷേപ്പിനനുസരിച്ചിട്ടാണല്ലോ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ മെയിൻ സ്ലീവിൻ്റെ ആ ഒരു താഴത്ത് വരുന്ന പോർഷനിൽ ഈ ഒരു സ്ലീവിൻ്റെ നീളം കൂട്ടി അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വീതി കറക്റ്റായിട്ട് വെട്ടി കൊടുത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ നമ്മൾ ഷേപ്പ് തയ്ച്ചെടുത്ത് ബാക്കി ഉണ്ടായിരുന്ന പീസ് നെക്കിൻ്റെ ആ ഒരു സിബിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ഇതിനോട് വീണ്ടും ഞാൻ 2 പീസ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ലീവിന് ഏകദേശം 15 ഇഞ്ചോളം നീളം കിട്ടുന്നുണ്ട്. അപ്പോൾ താഴത്ത് വരുന്ന പോർഷൻ, ഏറ്റവും താഴത്ത് വരുന്ന പോർഷൻ്റെ അറ്റത്തോട്ട് നമ്മൾ ക്ലോത്തിൻ്റെ എൻഡ് പോർഷനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. ആ ഒരു കര അങ്ങനെ തന്നെ ഞാൻ അങ്ങ് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കൂട്ടുകാർക്ക് ഇത്രയും നീളത്തിൽ സ്ലീവ് വേണ്ടി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ആ ഒരു സ്ലീവ് അഴിച്ചെടുക്കാനാണ് ചാൻസ് കൂടുതലുണ്ടാവുക. അപ്പോൾ ആ ഒരു കൂട്ടുകാർക്ക് വീണ്ടും നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരത്തില്ല. ഇനിയിപ്പോൾ ഇച്ചിരിയും കൂടെ നീളം വേണമെന്നവർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നീളം നമുക്ക് കിട്ടത്തുമില്ല. ഓക്കെ, അപ്പോൾ ഇതാ മാക്സിമം ഞാനിതിൻ്റെ നീളം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് നിങ്ങൾ കണ്ടില്ലേ, 15 ഇഞ്ചാണ് നീളം. വീതി വന്നിട്ട് നമുക്ക് എൻഡിലായിട്ട് 8 ഇഞ്ച് അല്ലെങ്കിൽ 7.5 ഇഞ്ച് അത്രയും മാത്രം മതിയാവും. എന്നിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് വെച്ചേക്കുന്ന ആ ഒരു ഷേപ്പിനോടനുസരിച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു ഏകദേശം 7.5 ഇഞ്ച് ആ ഒരു റേഞ്ചിലാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല വീതിയുള്ള സ്ലീവാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഡിമെയ്ഡൊക്കെ ആകുമ്പോൾ നമ്മൾ മാക്സിമം നല്ല ലൂസിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പെർഫെക്ഷൻ എപ്പോഴും കീപ്പ് ചെയ്യുക കേട്ടോ. സ്റ്റിച്ചൊന്നും എവിടെയും അഴിഞ്ഞു പോവാത്ത രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. എന്താ പറയുക, നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ട് എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ പെട്ടെന്ന് തന്നെ പിന്നിപ്പോയി, അല്ലെങ്കിൽ കൈയൊന്ന് മടക്കുമ്പോഴത്തേക്ക് അത് അവിടെ ടൈറ്റ് ആവുന്നു, അല്ലെങ്കിൽ കഴുത്ത് അങ്ങോട്ട് ഇറങ്ങി വരിക എന്നൊക്കെ പറയുന്ന ഓരോ സംഭവങ്ങളില്ലേ. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള ടിപ്സും ട്രിക്സൊക്കെ പറയുന്നത്. ഈവൻ ഞാനായാലും പോലും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുക. കാരണം ഞാൻ അന്ന് ആ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, അതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് എന്നൊക്കെ പരാതിയായിരിക്കും അല്ലേ. അപ്പോൾ അത് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എത്രയൊക്കെ ഭംഗിയാക്കിയാലാണ് ആ ഒരു ഡ്രസ്സിന് പെർഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയിൽ നല്ല പെർഫെക്ഷനിൽ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്കിതൊരു ഏണിങ്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനത്ര വലിയ പെർഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഓരോ ജോലിക്കും അതിൻ്റേതായ സക്സസ്ഫുൾ ഉണ്ടാവും. അപ്പോൾ ഞാനിത് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മൾ വെട്ടിയ ആ ഒരു പീസ് നമ്മുടെ സ്ലീവും ആം ഹോളുമായിട്ട് കറക്റ്റ് ആ ഒരു ലെവലിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാ പോയിൻറ്റും കറക്റ്റാണോ നോക്കുകയാണ്. നമ്മൾ കുഴിച്ച് വെട്ടിയ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ അടുത്ത സ്ലീവിനും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ കുറേ പേര് ലൈക്ക് ചെയ്യാതെ മറന്നു പോകുന്നുണ്ട്. പ്ലീസ് നിങ്ങൾ കമൻസ് എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. എനിക്ക് അത്രയും നിങ്ങളുടെ കമൻസ് ഒരു ഹാർട്ടായാലും പോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത്രയും കൂട്ടുകാർ എനിക്ക് സപ്പോർട്ടാണല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ്. അപ്പം മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാരുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസിലൊക്കെ. അപ്പോൾ സ്റ്റിച്ചിങ്ങിനോട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഞാൻ എന്തായാലും നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പഴയ ഒരു അപ്പൂപ്പ മെഷീൻ കൊണ്ട്. അപ്പൂപ്പ മെഷീൻ എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ ഉപ്പ തയ്ക്കുന്ന മെഷീനായിരുന്നു. എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും നല്ല രീതിയിൽ തയ്ച്ചുകൊണ്ടിരുന്ന മെഷീനാണ്. പക്ഷേ ഇതിന് അതിൻ്റേതായ പ്രായം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോർഡിന് ഞാൻ വെച്ച് തയ്ക്കുന്ന ആ ഒരു ബോർഡുണ്ടല്ലോ, ആ ഒരു ബോർഡ് നന്നായിട്ട്
പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ മാറ്റണം. മാറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പുതിയൊരു മെഷീൻ കൂടി വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോസ് കണ്ട് ആ ഒരു ആ ഒരു ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കാമെന്നാണ്. അതിമോഹമല്ല, എന്നാലും ചെറിയൊരു ആഗ്രഹമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യണം. ഒന്നും വേണ്ട, നിങ്ങളൊരു കമൻറ്റും ലൈക്കും ചെയ്തു തന്നാൽ മാത്രം മതിയാവും. എങ്കിൽ തന്നെ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ആയിട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ നമ്മൾ ഷേപ്പ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതേ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു നൈറ്റി സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് തയ്ക്കലോ അല്ലെങ്കിൽ കരയോട് ചേർന്ന് വരുന്ന ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അതൊന്നുമല്ല. നമ്മൾ ആം ഹോള്, അതുപോലെ തന്നെ നെക്ക്, നമ്മൾ കറക്റ്റ് എല്ലാവരും നോക്കി വെക്കുന്ന സ്ഥലമാണ് ആം ഹോള്, സ്ലീവ്, നെക്ക്, ആ ഒരു പോർഷൻ, ഷോൾഡറൊക്കെ. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു സംഭവം പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയി, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 5-8 നൈറ്റീസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. അല്ലാത്ത കൂട്ടുകാർക്ക് ഒരു 10-15ഓളം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഷഡേന്ന് പറഞ്ഞ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ ഈ ഒരു നൈറ്റി സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള ഓർഡേഴ്സ് നിങ്ങൾ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓർഡേഴ്സ് കിട്ടുന്നില്ല എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അടുത്തുള്ള വീട്ടിലും എല്ലാവരോടും പറയുക, ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്, നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഞാൻ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷുവറായിട്ടും അവരെല്ലാവരും വാങ്ങും. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു നൈറ്റിയുടെ പെർഫെക്ഷൻ കണ്ടോ. ഒരു നൈറ്റിയിൽ ഞാൻ സിബ് അറ്റാച്ച് ചെയ്തില്ല. അപ്പോൾ അത് കസ്റ്റമർക്ക് പ്രത്യേകം പറഞ്ഞതായിരുന്നു, സിബ് വേണ്ട എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സിബ് ഇല്ലാത്തതും സിബ് ഉള്ളതും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടുത്ത വീഡിയോസിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.